വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ജലി ദേവദാസ് ബയോഹബ്. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് +1 സുവോളജി ചാപ്റ്റർ 8 എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആൻഡ് ദർ എലിമിനേഷൻ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പല രീതിയിലുള്ള പല ടൈപ്സ് ഓഫ് നൈട്രോജനസ് എക്സ്ക്രീഷനെ കുറിച്ചും ഓരോ അനിമൽസിലുള്ള എക്സ്ക്രീറ്ററി ഓർഗൻസിനെ കുറിച്ചും ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. യൂറിൻ ഫോർമേഷൻ. മാൻ ഈസ് യൂറിയോടെലിക്. മാൻ എന്ന് പറഞ്ഞാൽ യൂറിയോടെലിക് ആണ്. ലിവറിൽ വെച്ച് യൂറിയ ഫോം ചെയ്യും. ഈ യൂറിയ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. അപ്പോൾ ലിവറിൽ വെച്ചിട്ട് ഉണ്ടാകുന്ന യൂറിയ എന്ത് ചെയ്യും? ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. അത് കിഡ്നി എന്ത് ചെയ്യും? യൂറിൻ വഴി അത് റിമൂവ് ചെയ്യും. ഓക്കെ, അതിന് 3 സ്റ്റെപ്സുകളാണ് ഉള്ളത്. എന്തൊക്കെയാണ്? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ. അപ്പോൾ ഏതൊക്കെയാണ് ആ 3 സ്റ്റെപ്സ്? യൂറിൻ വഴി റിലീസ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നതിന് 3 സ്റ്റെപ്സുകളാണുള്ളത്. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ. അപ്പോൾ ഒന്നാമത്തെയാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ യൂറിൻ ഫോർമേഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഗ്ലോമറുലർ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഇത് വേറൊന്നല്ല, ബ്ലഡ് ഫിൽറ്റർ ചെയ്യും. ഓക്കെ, ഇറ്റ് ഈസ് ദ ഫിൽറ്ററിംഗ് ഓഫ് ബ്ലഡ് വിച്ച് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ഗ്ലോമറുലസ്. അപ്പോൾ ഈ ഒരു ജോലി ചെയ്യുന്നത്, ഈ ഒരു ടാസ്ക്, ബ്ലഡ് ഫിൽറ്റർ ചെയ്യുന്ന ടാസ്ക് ചെയ്യുന്നത് ഗ്ലോമറുലസ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന് പറയുന്നു. ദ ഗ്ലോമറുലർ കാപ്പിലറി പ്രഷർ കോസസ് ഫിൽട്രേഷൻ ഓഫ് ബ്ലഡ്. അപ്പോൾ അവിടെയുള്ള ഒരു ഗ്ലോമറുലർ കാപ്പിലറി പ്രഷർ ഉള്ളത് കൊണ്ടാണ് ബ്ലഡ് ഫിൽട്രേഷൻ നടക്കുന്നത്. ദ ബ്ലഡ് ഈസ് ഫിൽറ്റേർഡ് സോ ഫൈൻലി ത്രൂ ദ മെംബ്രെയിൻ ദാറ്റ് almost all the constituents of the plasma except plasma protein pass on to the lumen of Bowman's capsule. അതായത് ഇപ്പോൾ നിങ്ങൾ ചായയൊക്കെ ഇരിക്കുമ്പോൾ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഒക്കെ ഓൾറെഡി ആ അരിപ്പ വഴി പോയിട്ടുണ്ടാവും. അതൊക്കെ പോകും. പക്ഷെ കുറച്ചും കൂടി ലാർജ് ആയിട്ടുള്ളതൊക്കെ അരിപ്പയിൽ തന്നെ തങ്ങി നിൽക്കും ഇല്ലേ? സോ ഇതുപോലെയാണ് ഈ ഒരു ബ്ലഡ് അരിക്കുമ്പോൾ പ്ലാസ്മ പ്രോട്ടീൻസ് ഒഴിച്ച് ബാക്കി മിക്ക കോൺസ്റ്റിറ്റ്യൂൻസ് ബ്ലഡിലുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു അരിപ്പ വഴി അല്ലെങ്കിൽ ഈ ഒരു ഗ്ലോമറുലർ ഫിൽട്രേറ്റ് വഴി കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനെ അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുന്നുണ്ട്. The filtration occur through a separation valve formed of 3 layers. അപ്പോൾ ഈ ഒരു ഫിൽട്രേഷൻ വാൾവ് എന്ന് പറയുന്നത് 3 ലെയേഴ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? എൻഡോത്തീലിയം, കാപ്പിലറി ബേസ്മെന്റ് മെംബ്രെയിൻ, എപ്പിത്തീലിയം. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു ഫിഗർ നോക്കിക്കേ. ഇതിൽ നിങ്ങൾ എൻഡോത്തീലിയം കാണുന്നില്ലേ? എൻഡോത്തീലിയം എന്ന് പറയുന്നത് ഒരു സിംഗിൾ ലെയർഡ് വാളാണ് ഓഫ് ദി ഗ്ലോമറുലർ ബ്ലഡ് വെസൽസ്. അപ്പോൾ എൻഡോത്തീലിയം എന്ന് പറയുന്നത് എന്താണ്? അതൊരു സിംഗിൾ ലെയർഡ് വാളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഗ്ലോമറുലർ ബേസ്മെന്റ് മെംബ്രെയിൻ അല്ലെങ്കിൽ കാപ്പിലറി ബേസ്മെന്റ് മെംബ്രെയിൻ കാണുന്നില്ലേ? അതാണ് രണ്ടാമത്തെ ലെയർ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എൻഡോത്തീലിയം, രണ്ടാമത്തെയാണ് കാപ്പിലറി ബേസ്മെന്റ് മെംബ്രെയിൻ. ഇനി എന്താണ്? മൂന്നാമത്തെയാണ് എപ്പിത്തീലിയം, അതായത് ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ എപ്പിത്തീലിയം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ്. ഉള്ളിൽ എൻഡോത്തീലിയം ഉണ്ട്, പിന്നെ നടുക്ക് കാപ്പിലറി ബേസ്മെന്റ് മെംബ്രെയിൻ, അത് കഴിഞ്ഞിട്ട് ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ എപ്പിത്തീലിയം. The specialized cells of epithelial layer of Bowman capsule are called podocyte or ഫുഡ് സെൽസ്. ഇനി നിങ്ങൾ കുറച്ച് വലിയ സെല്ലുകൾ കാണുന്നില്ലേ ആ ഒരു എപ്പിത്തീലിയത്തിൽ? അതാണ് പോഡോസൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? ദ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഓഫ് എപ്പിത്തീലിയൽ ലെയർ ഓഫ് ബൊമാൻസ് ക്യാപ്സൂൾ ആർ കോൾഡ് പോഡോസൈറ്റ് ഓർ ഫുഡ് സെൽസ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഫുഡ് സെൽസ് എന്ന് പറയും. ദ സ്മോൾ സ്പേസസ് ബിറ്റ്വീൻ പോഡോസൈറ്റ്. അപ്പോൾ ഈ പോഡോസൈറ്റിന് നടുക്ക് കുറച്ച് സ്പേസസ് കണ്ടിട്ടില്ലേ? അതിനെയാണ് സ്ലിറ്റ് പോർ അഥവാ ഫിൽട്രേഷൻ സ്ലിറ്റ്. ആ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട് ഫിൽട്രേഷൻ സ്ലിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഗ്ലോമറുലർ ഫിൽട്രേറ്റ് has to pass through the 3 layer of separation valve before entering the Bowman's capsule. അപ്പോൾ ഈ ഒരു ഗ്ലോമറുലർ ഫിൽട്രേറ്റ് എന്ന് പറയുന്നത് നമ്മൾ അരിച്ചിട്ട് കിട്ടുന്ന ആ ഒരു ഫിൽട്രേറ്റിൽ, അതാണ് ഗ്ലോമറുലർ ഫിൽട്രേറ്റ്. അപ്പോൾ ഈ ഒരു ഗ്ലോമറുലർ ഫിൽട്രേറ്റിന് ഈ 3 ലെയറിൽ കൂടെ പാസ് ചെയ്താൽ മാത്രമേ ബൊമാൻസ് ക്യാപ്സൂളിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഓൺ ആൻ ആവറേജ് 1100 തുടങ്ങി 1200 ml ഓഫ് ബ്ലഡാണ് ഇങ്ങനെ 1 മിനിറ്റിൽ കിഡ്നി ഇങ്ങനെ ഫിൽറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിച്ച് കൺസ്റ്റിറ്റ്യൂട്ട് റഫ്ലി 1/5 ഓഫ് ദ ബ്ലഡ് പംപ്ഡ് ഔട്ട് ബൈ ഈച്ച് വെൻട്രിക്കിൾ ഓഫ് ദ ഹാർട്ട് ഇൻ എ മിനിറ്റ്. ഇനി ഗ്ലോമറുലർ ഫിൽട്രേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഡ്യൂറിങ് അൾട്രാ ഫിൽട്രേഷൻ ദ ബ്ലഡ് പ്ലാസ്മ ആൻഡ് സ്മോൾ മോളിക്യൂൾസ് ആർ ഫിൽറ്റർഡ് ഔട്ട് ഓഫ് ദ കാപ്പിലറി ഇൻ ടു ദി ബൊമാൻസ് ക്യാപ്സൂൾ. അപ്പോൾ അൾട്രാ ഫിൽട്രേഷൻ്റെ സമയത്ത് ബ്ലഡ് പ്ലാസ്മയിലെ കുറേ മോളിക്യൂൾസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബൊമാൻസ് ക്യാപ്സൂളിൽ വരെ എത്തുന്നുണ്ട്. അങ്ങനെ കിട്ടുന്ന ആ ഒരു ഫിൽട്രേറ്റിനെയാണ് ഗ്ലോമറുലർ ഫിൽട്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, and it contain water, inorganic salt, sugar, amino acid, urea, uric acid. അതിൽ യൂറിയം, യൂറിക് ആസിഡും അമിനോ ആസിഡ്, ഷുഗർ, ഇനോർഗാനിക് സോൾട്ട്, വാട്ടർ, അങ്ങനെ എല്ലാ സാധനങ്ങളും ആ ഒരു ഗ്ലോമറുലർ ഫിൽട്രേറ്റിൽ ഉണ്ടാവും. പക്ഷെ ഇതിൽ ഇല്ലാത്തൊരു സംഭവമാണ് ബ്ലഡ് സെൽസും
ചില പ്ലാസ്മ പ്രോട്ടീൻസ് ഒഴിച്ച് ബാക്കി എല്ലാനും എന്തിലുണ്ടാവും, ഈ ഒരു ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ ഉണ്ട്. ഓക്കെ, ഇനി എന്താണ് ഗ്ലോമറൽ ഫിൽട്രേറ്റ് റേറ്റ് എന്ന് പറയുന്നത്? GFR, ദ ക്വാണ്ടിറ്റി ഓഫ് ഗ്ലോമറൽ ഫിൽട്രേറ്റ് ഫോംഡ് പെർ മിനിറ്റ് ഇൻ ദ കിഡ്നി. അപ്പോൾ കിഡ്നിയിൽ ഓരോ മിനിറ്റിലുണ്ടാകുന്ന ഗ്ലോമറൽ ഫിൽട്രേറ്റിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിനെയാണ് റേറ്റ്, ആ ഗ്ലോമറൽ ഫിൽട്രേറ്റ് റേറ്റ് എന്ന് GFR എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏകദേശം ഒരു മിനിറ്റിൽ 125 ml ആണ് GFR എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 180 ലിറ്റർ പെർ ഡേ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, യൂറിൻ ഫോർമേഷൻ്റെ 3 സ്റ്റെപ്സുകളിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് ഗ്ലോമറൽ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അതിനെ വേണമെങ്കിൽ അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയാം. എന്തായാലും ഫിൽട്രേഷൻ്റെ സമയത്ത് ആ ഗ്ലോമറൽ ഫിൽട്രേറ്റിന് ഈ 3 ലെയേഴ്സ്, അതായത് ഏതൊക്കെ ലെയേഴ്സാണ്, എൻഡോത്തീലിയം, കാപ്പിലറി ബേസ്മെന്റ് മെമ്പറൈൻ, എപ്പിത്തീലിയം, ഈ ഒരു ലെയേഴ്സ് വഴി കടന്നു വന്നാലേ ബോമാൻസ് ക്യാപ്സുളിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇനി ആ കിട്ടുന്ന ഗ്ലോമറൽ ഫിൽട്രേറ്റിൽ എന്തൊക്കെ ഉണ്ടാവും? ബ്ലഡ് സെൽസും പ്ലാസ്മ പ്രോട്ടീൻസ് ഒഴിച്ച് ബാക്കി എല്ലാനും അതിലുണ്ടാവും. എന്തൊക്കെ? വാട്ടറും ഇനോർഗാനിക് സോൾട്ടും ഷുഗറും അമിനോ ആസിഡും യൂറിയ, യൂറിക് ആസിഡ് ഒക്കെ അതിൽ ഉണ്ടാക്കും. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് ജസ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. എന്താണ് ജസ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ്, JGA? ഈ ഒരു ജസ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ അതൊരു സ്പെഷ്യൽ സെൻസിറ്റീവ് റീജിയൻ ആണ്. അതായത് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബുകളും അഫറന്റ് ആർട്ടറികളും തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ സെൻസിറ്റീവ് റീജിയനെയാണ് ജസ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കിക്കേ, ഇതിൽ ഈ ഒരു ഭാഗമാണ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ ഇല്ലേ, അതാണ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ. ഇനി ആ അഫറന്റ് ആർട്ടറികൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഗ്ലോമറുലസിലേക്ക് കയറി വരുന്നത് അഫറന്റ് ആർട്ടറികൾ. അങ്ങനെ അതേ ഈ ആർട്ടറിയോളും അഫറന്റ് ആർട്ടറിയോളും ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിളും തമ്മിൽ കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന ഒരു ഭാഗം കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തിനെയാണ് ജസ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ റെഗുലേറ്റ് ദ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. അപ്പോൾ GFRനെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് ആര് ചെയ്യുന്നത്? ജസ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് റേറ്റ് കുറഞ്ഞാൽ ആക്ടിവേറ്റ് ചെയ്യും? ജസ്റ്റാ ഗ്ലോമറുലർ സെൽസ് ആക്ടിവേറ്റ് ചെയ്ത് റെനിൻ സെക്രീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ GFR കുറഞ്ഞാൽ ജസ്റ്റാ ഗ്ലോമറുലർ സെൽസുകൾ ആക്ടിവേറ്റ് ചെയ്ത് റെനിൻ റിലീസ് ചെയ്യും. ഈ റെനിൻ റിലീസ് ചെയ്താൽ എന്ത് ചെയ്യും? ഗ്ലോമറുലസിലേക്ക് ബ്ലഡ് ഫ്ലോ കൂട്ടും. ഓക്കെ, ഇറ്റ് സ്റ്റിമുലേറ്റ് ദ ഗ്ലോമറുലാർ ബ്ലഡ് ഫ്ലോ ആൻഡ് ദെയർ ബൈ GFR ബാക്ക് ടു നോർമൽ. അപ്പോൾ ഗ്ലോമറുലർ ഫിൽട്രേറ്റ് റേറ്റ് കൂടും, ഇല്ലെങ്കിൽ ഒരു നോർമൽ ഭാഗത്തേക്ക് എത്തും. അതാണ് ഈ ഒരു ജസ്റ്റാ ഗ്ലോമറുലർ അപ്പാരറ്റസ് ചെയ്യുന്നത്. അത് വേറൊന്നുമല്ല, GFR കുറയുമ്പോൾ ജസ്റ്റാ ഗ്ലോമറുലർ അപ്പാരറ്റസ് സെൽസുകൾ റെനിനെ സെക്രീറ്റ് ചെയ്ത് അത് എന്ത് ചെയ്യും? ഗ്ലോമറുലസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടി എന്ത് ചെയ്യും? GFR നോർമലാക്കുന്നു. അത്രയാണ് ജസ്റ്റാ ഗ്ലോമറുലർ അപ്പാരറ്റസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞില്ലേ? ഇനി രണ്ടാമത്തെ ഇതാണ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ. രണ്ടാമത്തെ, അപ്പോൾ ഗ്ലോമറൽ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് യൂറിൻ ഫോർമേഷൻ ആദ്യത്തെ സ്റ്റെപ്പാണ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. During this process, a major portion of water and useful substance are reabsorbed from the glomerular filtrate into the blood. അപ്പോൾ ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള വാട്ടറും കുറച്ച് യൂസ്ഫുൾ സബ്സ്റ്റൻസ് ഒക്കെ എന്ത് ചെയ്യും? ഗ്ലോമറൽ ഫിൽട്രേറ്റിൽ നിന്ന് നമ്മൾ പിന്നെയും റീഅബ്സോർബ് ചെയ്തെടുക്കും. അത് അല്ലേ? സോ അതാണ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ടേക്ക് പ്ലേസ് ബൈ ആക്റ്റീവ് ആൻഡ് പാസീവ് മെക്കാനിസം. അപ്പോൾ നമ്മൾ ഗ്ലോമറൽ ഫിൽട്രേറ്റ് നോക്കുമ്പോൾ നമുക്ക് ഇനിയും അതിൽ എന്തൊക്കെയോ ആവശ്യമുള്ള സാധനങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളൊരു മുന്തിരി ജ്യൂസ് അടിച്ച് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഇത് അരിച്ചെടുക്കുമ്പോൾ ആ കിട്ടുന്ന അതിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇനിയും അതിൽ ആവശ്യമുള്ളതില്ല. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ആ സംഭവം അരിച്ചെടുത്തുന്ന ഒരു ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് അടിക്കില്ല. അതായത് നമുക്ക് അതിൽ നിന്ന് ഇനിയും ആവശ്യമുള്ളത് എടുക്കാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ എന്ന് വെച്ചാൽ സെയിം തന്നെ. അതായത് ഈ ഒരു ഗ്ലോമറൽ ഫിൽട്രേറ്റിൽ നമുക്ക് ആവശ്യമുള്ള വാട്ടറും കുറച്ച് യൂസ്ഫുൾ സബ്സ്റ്റൻസ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് റീഅബ്സോർബ് ചെയ്തെടുക്കണം. ഓക്കെ, സോ during this process a major portion of water and useful substance are reabsorbed from the glomerular filtrate into the blood. അത് ആക്റ്റീവ് അല്ലെങ്കിൽ പാസീവ് മെക്കാനിസം വഴിയാണ് ബ്ലഡിലേക്ക് തിരിച്ച് റീഅബ്സോർബ് ചെയ്യുന്നത്. എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്? നമുക്ക് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, സോഡിയം, ഇതൊക്കെ ആക്റ്റീവ്ലി റീഅബ്സോർബ് ചെയ്യും.
വാട്ടറും നൈട്രോജനസ് വേസ്റ്റ് അബ്സോർബ് ചെയ്യുന്നത് പാസീവ് ട്രാൻസ്പോർട്ട് വഴിയാണ്. ഓക്കെ, അതാണ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് ട്യൂബുലാർ സെക്രീഷൻ. ട്യൂബുലാർ സെക്രീഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, ഈ ട്യൂബുലാർ സെൽ സെക്രീറ്റ് സബ്സ്റ്റൻസ് ലൈക്ക് H+, K+ ആൻഡ് അമോണിയ ഇൻ ടു ദ ഫിൽട്രേറ്റ്. ഈ ഒരു ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലേക്ക് ട്യൂബുലാർ സെല്ലുകൾ എന്ത് ചെയ്യും, H+ഉം K+ഉം അമോണിയനെ അങ്ങോട്ട് സെക്രീറ്റ് ചെയ്തിടും. അതാണ് ട്യൂബുലാർ സെക്രീഷൻ എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഒരു അയോണിക് ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ട്യൂബുലാർ സെക്രീഷൻ എന്ന് വെച്ചാൽ ഫിൽട്രേറ്റിലേക്ക് സെക്രീറ്റ് ചെയ്തിട്ട് കൊടുക്കും എന്ത്, H+ഉം K+ഉം അമോണിയയും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, 3 സ്റ്റെപ്സുകളാണ് ഉള്ളത്: ഗ്ലോമറൽ ഫിൽട്രേഷൻ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ.